ഇന്ന് രാവിലെ മോളുടെ ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടി. അതും നല്ല ടച്ച് ഫോണ്. വാട്സാപ്പ് ഒക്കെ ഉള്ള ഫോണാ. അതിനകത്ത് കുറെ വീഡിയോസ്, സെക്സ് വീഡിയോസ്. ഇത് ആരോടെങ്കിലും പറഞ്ഞ് കൊന്ന് കെട്ടിത്തൂക്കും നമ്മളോട്. ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും വിശപ്പുണ്ടാവില്ല. ചിലപ്പോൾ പുലർച്ചയ്ക്ക് 3 മണിക്കൊക്കെ ആവും ഉറങ്ങാം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മിക്ക മക്കളും ഈ ഫോണുമ്മലാണ്, ഫോണിന് അഡിക്റ്റാണ്. ഒരു ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഇവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടത്രേ, സ്വയം ജീവനൊടുക്കിയതാണ്. അപ്പോൾ ഈ പെൺകുട്ടി 24 മണിക്കൂർ ഫോണുമ്മല. എന്തെങ്കിലും ഫോണിൻ്റെ കാര്യത്തിൽ ഉമ്മ ചീത്തറിഞ്ഞാൽ പിന്നെ അന്ന് കുട്ടി ഭക്ഷണം കഴിക്കില്ല. വാപ്പ ഗൾഫിലാണ്, നല്ല വലിയ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മകൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഫോൺ മേടിച്ചു കൊടുത്തത്. ഈ കാരണം ടീച്ചേഴ്സ് നോട്ട്സ് അയക്കുന്നതും അല്ലെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, പല ജാതി യൂട്യൂബ് വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ കുട്ടി പഠിക്കുന്നതിനേക്കാൾ മെച്ചം അത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകളാണെന്നാണ് വാപ്പയുടെ അഭിപ്രായം. കുട്ടികൾ നല്ല മാർക്കുണ്ട്. അങ്ങനെ ഈ കുട്ടി പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഫോണിൽ എല്ലാ കളികളും കുട്ടികൾക്കറിയാം. നല്ല ഉമ്മാനെ നല്ല പറ്റിക്കും. ഒരിക്കൽ ഉമ്മ ഇത് കുറേ വൈകിട്ടാണ് ഉമ്മ മനസ്സിലാക്കിയത്. പെൺകുട്ടികൾ ഇൻസ്റ്റൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരോടൊക്കെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യണം. സഹിക്കിട്ടിട്ട് ഒരു ദിവസം ഈ ഉമ്മ ഒന്നങ്ങോട്ട് കൊടുത്ത് നല്ല അടി എന്ന് പറഞ്ഞാൽ, ഇനി നിനക്ക് ഫോണില്ല എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് വെച്ചു. ഇവൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ, ഇവൾ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. ഈ ചോറല്ല എന്ത് വന്നാലും ശരി ഞങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ, എന്നും വൈകിട്ട് വിളിക്കുന്നതാണ്, വിളിച്ചപ്പോൾ ഇവളിപ്പാട് സങ്കടം പറഞ്ഞു, ഉമ്മ ഫോൺ തന്നില്ല. വാപ്പാട് ഉമ്മ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വാപ്പ പറഞ്ഞു ഇനി അവൾക്ക് ഫോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതേ ധൈര്യത്തിലാണ് ഉമ്മ ഇത് ചെയ്തത്. ഇവൾ വാപ്പാട് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, പൊന്നു മോളെ എനിക്ക് ഫോൺ ഉപയോഗം ലേശം കൂടുതലാണ്. ഈ ഒന്നാമത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഉമ്മത് ചീത്തറിഞ്ഞ് പിടിക്കുമ്പോൾ ഇത് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ മനസ്സിലാക്കാത്തത് വാപ്പാടെ വക നന്നായിട്ട് ഫയർ ചെയ്ത്. ഇവൾ നേരം പുലർന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വാതിൽ റൂം തുറക്കണില്ല. അങ്ങനെ ഉമ്മ കരഞ്ഞ് നിലവിളിച്ച് ആകെ ആൾ കൂടി നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഒരു ഉമ്മാക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. ഇത് ആ മകള് സ്വയം ജീവനൊടുക്കി എന്ന് മാത്രമല്ല, ജീവനൊടുക്കിയവർക്ക് കബറിൽ പോയിട്ട് അവിടെ കിടക്കുക. പിന്നെ ഓരോ കാര്യക്കഥ കഴിഞ്ഞ് ഈ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഈ ഉമ്മാൻ്റെ ഉള്ളിലേക്ക് തോന്നുന്നത്, അപ്പം ഞാൻ ആ ഫോണ് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല, എന്തിനാണ് ഞാൻ വാശി കാണിച്ചത്, എൻ്റെ കയ്യിലുള്ള പിഴവാണ്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൾക്കിപ്പോൾ ആ ഫോൺ അതിന് കൊടുത്തൂടെ. ഒരു ഫോൺ കൊടുത്തോണ്ട് പോലും മലം അറിയോ, ആരോടെങ്കിലും പ്രണയിക്കണമെന്നില്ലല്ലോ, ഒന്നിപ്പോൾ ഒരു ഗെയിം കളിക്കും, ഈ റീൽസ് എങ്ങനെ കാണും, ഇതല്ലേ ഇങ്ങനെ പറയാൻ കുടുംബത്തിലുള്ള ഓരോരുത്തർ പറ്റി ഈ ഉമ്മാൻ്റെ മാനസിക നില തെറ്റി. ഈ ഉമ്മാക്ക് പിന്നെ ഉറക്കം കിട്ടണില്ല, ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കരയുക, മകൾ വന്ന് നിൽക്കണ പോലെ തോന്നുക. മോളിങ്ങനെ വന്നിട്ട് ഉമ്മ നിങ്ങൾ കരയല്ലട്ടാ എന്ന് പറഞ്ഞ് ഈ മരണപ്പെട്ടു പോയ മകൾ തൻ്റെ കട്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് കാലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ച് കരയുന്നത് പോലെ ഉമ്മാക്ക് തോന്നുക. ഞെട്ടി ഉണർന്ന് ഇങ്ങനെ ആകെ വിയർത്തൊലിക്കുന്നുണ്ടാവും ഉമ്മ. ഫാനിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ വിയർത്തിങ്ങനെ ഒലിക്കുക, ആരെയും കാണൂല. അന്ന് കുറേ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഥയില്ലാത്തൊരു കുട്ടി ദേഷ്യം പിടിച്ച് ചെയ്തതാവും. ഈ ഉമ്മ എന്നിട്ട് 2-3 സൈക്കാട്രിസ്റ്റിനൊക്കെ കൊണ്ടുപോയി കാണിച്ചു. എങ്ങനെ കാണിച്ചിട്ടും ഒരു തരത്തിലും ഒരു റിസൾട്ടും ഇല്ല. അവർ കുറേ മരുന്നുകൾ കൊടുക്കും, അന്നിങ്ങനെ മയങ്ങും, അതിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നങ്ങളായി. അങ്ങനെ ഈ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയാറ്, പൊന്നു മാഷേ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ചൊരു അവയർനെസ്സിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾ വെക്ക്, ഏതെങ്കിലും ഒരു കുട്ടിക്കത് മനസ്സിലാവുക എന്നുള്ളത്. ഞാൻ ആ ഉമ്മയുടെ കഥ കേട്ടപ്പോൾ, നമ്മൾ സാധാരണ ഇത്തരത്തിൽ മരണപ്പെട്ടു പോകുന്ന കുട്ടികളെ പല വാർത്ത കാണലുണ്ട്. കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞതിന് ജീവനൊടുക്കി, മൊബൈൽ ഫോൺ വിലക്കിയതിന് ജീവനൊടുക്കി. പക്ഷേ ആഫ്റ്റർ പിന്നെ എന്താ നമ്മൾ അറിയണില്ല. ആ ജീവിച്ചിരിക്കുന്ന ആ ഒരു മാതാപിതാക്കൾ അത്ര ഖേദിക്കുന്നതിന് ആ വാപ്പ മകൾക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തൊരു ഫോണ് മകളുടെ ജീവൻ എടുക്കാൻ കാരണമായി എന്നുള്ളത്. ഇന്നിപ്പോൾ പിറന്ന് വീണ കുട്ടി വരെ ഈ ഫോണുമ്മ കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഫോൺ അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എങ്ങനെ ഫോൺ അഡിക്റ്റായി എന്ന് അറിയുക. കുട്ടികളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഫോൺ അഡിക്റ്റ് ആയെന്നൊന്നും പറയാൻ കഴിയില്ല. കുട്ടികൾക്ക് ചോറ് കഴിക്കുമ്പോൾ ഫോൺ വേണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ ഫോൺ വേണം, പഠിക്കാൻ ഫോൺ വേണം. ഇതൊന്നും ഫോൺ അഡിക്റ്റാണെന്ന് നമുക്ക് തീർത്തുകൂട്ടി പറയാൻ സാധിക്കണമെന്നല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, രക്ഷിതാക്കൾ ഈ കൗമാരക്കാരായ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ പിടിച്ചു വെക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഫോൺ അഡിക്റ്റായ കുട്ടികളാണെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. മക്കളെ ഒരു 10 മിനിറ്റെങ്കിലും വീഡിയോ ഒന്ന് കാണാം. കാരണം ഇത് നമുക്ക് ഉപകാരമുള്ളതാണ്. നാളെ നമ്മുടെ മകൾക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൗമാരക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ എപ്പോഴും പറയും മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളെന്ന്. പലരും ചെയ്യുന്നത് പെട്ടെന്ന് ഒരു ദിവസം മൊബൈൽ എടുത്ത് മാറ്റും, നാളെ മുതൽ നീ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ഈ ഒരു സാധനം കട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആത്മഹത്യ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ട് കുട്ടി അഗ്രസീവായിട്ട് ഭയങ്കരമായിട്ട് പെരുമാറുക, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ചെറുപ്പകാലം മുതൽ തന്നെ ഇത് യൂസ് ചെയ്തൊരു കുട്ടിയാണ് കൗമാരത്തിലെത്തുമ്പോൾ അഡിക്റ്റ് ആവുള്ളൂ. പെട്ടെന്ന് ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് പെട്ടെന്നൊന്നും അഡിക്ഷൻ വരില്ല.
ഇതൊരു അത്രമാത്രം കുട്ടി അഡിക്ഷൻ്റെ ലെവലിൽ വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുത്തിട്ടാണ് വരിക. കാരണം അത് ബ്രെയിനിൽ വരുന്നൊരു മാറ്റമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിമിങ്ങിലൊക്കെ ഈ കുട്ടികൾ ചെറുപ്പത്തിൽ റേസിംഗ് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടാവും. കുഞ്ഞു കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ ഗെയിമായിരിക്കും. പിന്നെ ചൈൽഡ്ഹുഡിലൊക്കെ റേസിംഗ് ഗെയിമായിരിക്കും കളിക്കുക. പിന്നെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് അവർ അടുത്ത ലെവൽ അച്ചീവ് ചെയ്താണ് വലിയ ഗെയിമിലേക്ക് വരുന്നത്. വലിയ ഗെയിമുകളാണ് അപകടം ഉണ്ടാക്കുന്നത് എപ്പോഴും. കാരണം ഇവരുടെ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് മീൻസ് ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമുകൾ മൈൻഡ് അഗ്രസീവ് ആക്കിക്കൊണ്ടിരിക്കുക. ഇമ്പൾസീവ് മൈൻഡായിരിക്കും. എപ്പോഴും ആരോടും എതിർക്കാനും ഇതിനൊക്കെ ഉള്ളൊരു അഗ്രഷനാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്, വെടിവെക്കുന്നത്. ഇത് കാണുമ്പോൾ അവർ അതിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തും ഓരോ ആയുധങ്ങളൊക്കെ ടൂളുകൾ കൊടുക്കും. ഈ ടൂള് കിട്ടുന്നതോറും ഇവർ പവർഫുൾ ആവുകയാണ് ഈ വ്യക്തി. ഇപ്പം അവരാണല്ലോ അതിൽ കളിക്കുന്നത്. അപ്പോൾ അവർ ഓരോ ടൂൾ അച്ചീവ് ചെയ്യുന്നതോറും പവർഫുള്ളായി എന്തോ ഒരു ശക്തിയായിട്ട് ഞാൻ എന്തിനും തകർക്കാനുള്ള വലിയൊരാളായി മാറുന്നൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് ഈ ഗെയിംസ് അവരെ എത്തിക്കുന്നത്. അപ്പോൾ ഇത് പതുക്കെ അവരെ മൈൻഡിനെ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എത്തിക്കഴിഞ്ഞ് കംപ്ലീറ്റ് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് അഗ്രസീവ് മോഡിലേക്ക് മാറുമ്പോൾ അതൊരു തരം സൈക്കോസിസ് ആയി മാറുകയാണ്. കുറച്ചൊരു മാനസിക രോഗം. ലക്ഷണങ്ങൾ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടാവുക? ഇപ്പോൾ ഒരാളെ അഡിക്ഷനായി എന്നുള്ള നമ്മൾ അഡിക്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ സംഭവം ഉപയോഗിക്കാതിരിക്കുമ്പോൾ കുട്ടിക്ക് ദേഷ്യം, ഭയങ്കരമായിട്ട് വീട്ടുകാരോട് ദേഷ്യം വരിക, ഏതിനും എതിർത്ത് സംസാരിക്കാം. പിന്നെ അഡിക്ഷൻ്റെ വേറൊരു ലക്ഷണമാണ് ഇത് മാത്രമായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് ഉണ്ടാവുക. അതായത് ഭക്ഷണം ഒന്നും കറക്റ്റ് സമയത്ത് കഴിക്കണം, വിശപ്പ് ഉണ്ടാവില്ല, അങ്ങനെ നിർബന്ധം ഉണ്ടാവില്ല. ഭക്ഷണം വിശപ്പൊന്നും ഉണ്ടാവില്ല, കഴിക്കാൻ വിളിച്ചാൽ വരില്ല. അതിൽ മാത്രമാണ് അവരുടെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും എപ്പോഴും താല്പര്യം ഉണ്ടാവുക. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ വാതിലടച്ച് റൂമിൽ കയറും. അവരുടെ ലോകം എന്ന് പറയുന്നത് സ്ക്രീനാണ്. അത് തുറക്കുമ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക. അപ്പോഴാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവില്ല. സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. അത് കുട്ടിക്ക് അപ്പോഴാണ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ കുട്ടികളോട് ചോദിച്ചു പറയും എനിക്കും വേണ്ട എൻ്റർടൈൻമെൻറ്റ് എന്ന് ചോദിക്കാം. കാരണം കുട്ടിക്ക് ഇത് കളിക്കുമ്പോൾ മാത്രമേ മനസ്സിൽ സന്തോഷം കിട്ടുന്നുള്ളൂ. അപ്പോൾ കുട്ടി ആരായാലും സന്തോഷമുള്ള കാര്യമല്ലേ ചെയ്യുക. കുട്ടി എന്ത് ചെയ്യുന്നു? ആ കാര്യം ചെയ്യുന്നു. അപ്പോൾ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് വിശപ്പുണ്ടാവില്ല, ഭക്ഷണമൊന്നും കൃത്യസമയത്ത് കഴിക്കില്ല, രണ്ട് വൃത്തി, കുളിക്കില്ല, ഡ്രസ്സ് മാറില്ല, അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. ഫുഡ് കഴിക്കണമെന്നോ വെള്ളം കുടിക്കണോ ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പതുക്കെ ഇതൊക്കെ ഡിസോർഡർ ആയാലും റുട്ടീനൊക്കെ ഡിസോർഡർ ആവില്ല. രാത്രി കംപ്ലീറ്റ് ഗെയിം കളിച്ചിരിക്കും. അവരങ്ങനെ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ സമയം പോകണം അറിയില്ല. ചിലപ്പോൾ പുലർച്ചയ്ക്ക് 3 മണിക്കൊക്കെ ആവും ഉറങ്ങുക. അങ്ങനെ ഉറങ്ങി പിന്നെ രാവിലെ എണീക്കില്ല. അങ്ങനെ കംപ്ലീറ്റ് ലൈഫ് തന്നെ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് വരുമ്പോൾ അപ്പോഴാണ് ബ്രെയിനിനെ ബാധിച്ചു തുടങ്ങുക. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ കൂടുതൽ സമയം ഈ സ്ക്രീനിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ, ഗെയിമെന്നല്ല സ്ക്രീനിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലും പലതിലും പോയിട്ട് പല ബന്ധങ്ങളും മീൻസ് ഒരു ടൈം കഴിഞ്ഞാൽ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും എന്താ പറയുക സാധാരണ ജീവിക്കുന്ന ഏതൊരാളും ഉറങ്ങും. അതല്ലാതെ പല ഉദ്ദേശമുള്ള ആളുകളാണ് ഈ ഒരു സമയത്ത് മൊബൈലിലിരിക്കുക, ഉണർന്നിരിക്കുക. അപ്പോൾ ഒരാളെ ആക്റ്റീവ് ആയാൽ അറിയാൻ പറ്റുമല്ലോ മറ്റൊരാൾക്ക്. ഇപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ ആക്റ്റീവായാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഓൺലൈനിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഇവർ അറിയാത്ത പല ചതിക്കുഴിയിലും ചെന്ന് പെടുന്നത് ഒരു സമയത്തിലധികം ഇരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കേസുകൾ അങ്ങനെ കാണാറുണ്ട്. പല ചതിയിലും പെട്ടിട്ട് ഒരു കുട്ടിയുടെ ഇതുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഇതുപോലെ ചതിയിൽ പെട്ടിട്ട് അവസാനം ആ കുട്ടി ആത്മഹത്യ വരെ ചെയ്തു. കാരണം കുട്ടിയെ ബാർഗൈൻ ചെയ്ത് പല ഫോട്ടോസും വാങ്ങിച്ചു. പിന്നെ ഫോട്ടോസ് വാങ്ങിച്ചപ്പോൾ പിന്നെ ഫോട്ടോ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി. പിന്നെ എന്ത് ചെയ്തു, ഈ കുട്ടി പണം ചോദിച്ചപ്പോൾ കുട്ടിയുടെ മോതിരം മാല ഓരോന്നായി കൊടുത്തു. പിന്നെ അത് വീട്ടുകാരോട് പറയണ്ടേ. അങ്ങനെ വീണ്ടും പണത്തിന് വേണ്ടി സമ്മർദ്ദം വന്നപ്പോൾ അവസാനം കുട്ടി സൂയിസൈഡ് ചെയ്തു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിക്കുന്നത് ഇതൊക്കെ ഒരു പരിധിയിൽ സമയം കഴിഞ്ഞിട്ട് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കില്ല. ചിലപ്പോൾ ഡിപ്രഷൻ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടാകും പല ആളുകളും. അഡിക്റ്റായി ഡിപ്രഷനിലെ ഒരാളെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അവസ്ഥയിലാവില്ല. അപ്പോൾ പാരൻസിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യൂ. അപ്പോൾ എന്നിട്ട് കുട്ടിയെ പതുക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു നോർമൽ മൈൻഡിങ്ങിനെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. കൗൺസിലിംഗ് ഫോർ നോർമൽ പീപ്പിൾ. അബ്നോർമൽ ആയി കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് ഇഫക്റ്റീവ് അല്ല, അവിടെ മെഡിസിൻ വേണ്ടി വരും. മെഡിസിൻ എടുത്ത് നോർമലിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അബ്നോർമൽ ആയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കൂടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ട് അവരെ മെഡിസിനൊക്കെ കൊടുത്ത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവർക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതേ രക്ഷയുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല.
അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മാറിയെന്നർത്ഥം. പാരൻറ്റിങ്ങിലൂടെയാണ് ശരിക്കും ഇതിനൊരു നമ്മൾ ആദ്യം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. പെട്ടെന്ന് ഈ അഡോളസൻസിൽ വെച്ചിട്ട് പെട്ടെന്ന് കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയല്ല അവിടെ പ്രോബ്ലം, അവിടെ പ്രോബ്ലം വേറെയാണ്. ആ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുമ്പോഴാണ് കുട്ടി അവിടെ കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ കുട്ടീനെ അടിച്ചിട്ടോ കുട്ടീനെ പണിഷ്മെൻ്റ് എടുത്ത് വഴക്ക് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ട് ഒന്നും അവിടെ ഒരു രക്ഷയില്ല. അവിടെ പ്രോബ്ലം വേറെയാണ്. കുട്ടിയെ എങ്ങനെ ഈ ഒരു അഡിക്ഷൻ വന്നു, ആ സംഭവം നമ്മൾ പതുക്കെ കറക്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ള രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കും മറ്റൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരാൾക്കെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് നാളെ ഇതുപോലെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.